കേരളത്തിലെ ഉത്സവക്കാഴ്ചകളിൽ ഇത്രത്തോളം വന്യമായ സൗന്ദര്യമുള്ള മറ്റൊരു ആഘോഷം ഉണ്ടാകില്ല. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം വെറുമൊരു ഉത്സവമല്ല, അത് വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും ഒരു സംഗമമാണ്. 2026-ലെ മീനമാസത്തിലെ ചൂടിനേക്കാൾ കത്തുന്ന ആവേശവുമായി കൊടുങ്ങല്ലൂർ വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു. ഭരണി മഹോത്സവത്തിലെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ നിമിഷം അശ്വതി കാവുതീണ്ടൽ തന്നെയാണ്. മാർച്ച് 21-ാം തീയതി ഉച്ചതിരിയുന്നതോടെ ക്ഷേത്രപരിസരം ഒരു ചുവന്ന കടലായി മാറി. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് കോമരങ്ങൾ, അരയിൽ മണികളുള്ള കച്ചകെട്ടി, കൈകളിൽ തിളങ്ങുന്ന വാളും ചിലമ്പുമായി ദേവിക്ക് മുന്നിൽ ആടിത്തിമിർക്കും. കൊടുങ്ങല്ലൂർ തമ്പുരാൻ കിഴക്കേ നടയിലെ നിലപാടുതറയിലെത്തി ചുവന്ന പട്ടുക്കുട നിവർത്തുന്നതോടെ ആ നിശബ്ദത ഭേദിക്കപ്പെടും. പിന്നെ അവിടെ ആവേശത്തിന്റെ വേലിയേറ്റമാണ്. അമ്മേ, ദേവി എന്ന വിളികളോടെ കോമരങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും ഓയിട്ടി കാവുതീണ്ടുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വടികൊണ്ട് അടിച്ച് പ്രതീകാത്മകമായി അശുദ്ധി വരുത്തുന്ന ഈ ചടങ്ങ് കാണുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെയും ഉള്ളിലൊന്ന് മിന്നും. കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ടുകൾ, തെറിപ്പാട്ടുകൾ ഇന്നും ചർച്ചാവിഷയമാണ്. എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു ദ്രാവിഡ സംസ്കാരത്തിന്റെ കഥയുണ്ട്. ദാരിക നിഗ്രഹത്തിനു ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാൻ ഭൂതഗണങ്ങൾ പാടിയ പാട്ടുകളാണിവ എന്നാണ് വിശ്വാസം. തങ്ങളുടെ ഉള്ളിലെ എല്ലാ കന്മഷങ്ങളും ദേവിക്ക് മുന്നിൽ അർപ്പിക്കുന്നു എന്നൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. കോമരങ്ങൾ സ്വന്തം തലയിൽ വാളുകൊണ്ട് വെട്ടിച്ചോരയൊഴുക്കുന്നത് കാണുമ്പോൾ ഭക്തിയുടെ മറ്റൊരു തലം നമുക്കവിടെ അനുഭവപ്പെടും. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയുടെ ചരിത്രവുമായി ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. മധുര ദഹനത്തിനു ശേഷം കൊടുങ്ങല്ലൂരിലെത്തി ദേവിയിൽ ലയിച്ച കണ്ണകിയുടെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തർ ഈ സമയത്ത് ഇവിടെ എത്താറുണ്ട്. ഒരു ക്യാമറയുമായി നിങ്ങൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ലഭിക്കുന്ന സിനിമാറ്റിക് ഷോട്ടുകൾ മറ്റെങ്ങും കിട്ടില്ല. കോമരങ്ങളുടെ ചുവന്ന വസ്ത്രങ്ങൾ, വായുവിൽ ഉയരുന്ന വാളുകൾ, ഭക്തിയുടെ ലഹരിയിൽ ആടുന്ന മനുഷ്യർ, ഇതെല്ലാം നിങ്ങളുടെ വ്ലോഗിന് ഒരു പ്രത്യേക കരുത്ത് നൽകും. മാർച്ച് 22-ന് നടക്കുന്ന പ്രധാന ഭരണിയോടെ ഈ ആഘോഷങ്ങൾക്ക് സമാപ്തിയാകും.